ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നല്ല മഴയാണിപ്പം. 2 ദിവസമായിട്ട് നമുക്കും ഇവിടെ ഗോവയിൽ നല്ല മഴ കിട്ടി തുടങ്ങി. ഇത്രയും ദിവസം ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇവിടെ മോൾക്ക് എക്സാമൊക്കെ നടക്കുന്നത് കൊണ്ട് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല. പണികളൊക്കെ കഴിഞ്ഞ് അവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റാഞ്ഞത്. ഇന്നിപ്പോൾ ഞാൻ വീണ്ടും ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 4:30 കഴിഞ്ഞെന്ന് തോന്നുന്നു എനിക്ക്. ഞാനിന്ന് നേരത്തെ കുളിച്ചു. അല്ലെങ്കിൽ ഞാൻ സാധാരണ കിച്ചണിലെ പണികളൊക്കെ കഴിച്ച് വെച്ചതിന് ശേഷമാണ് കുളിക്കാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അലർജി ഭയങ്കരമായിട്ട് തുമ്മലും മൂക്ക് ചൊറിച്ചിലും ഒക്കെ ആയപ്പോഴത്തേന് നേരത്തെ സന്ധ്യ കഴിയുന്നതിന് മുമ്പ് വേഗം തന്നെ കുളിച്ചേക്കാമെന്ന് കരുതി കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കാലത്തുണ്ടായിരുന്ന ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഊറ്റി വെച്ച്. അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി കിട്ടും ഇവിടെ വാങ്ങാനായിട്ട്. അപ്പോൾ അതും കൂടെ മേടിച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഉപ്പിട്ടിങ്ങനെ കുക്കറിൽ 2 വിസിൽ അടിച്ചെടുത്താൽ നല്ല കറക്റ്റ് വേവിന് പാകമായിട്ട് കിട്ടും. അത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഉപ്പും ചാറ്റ് മസാല ഇടണമെങ്കിൽ ചാറ്റ് മസാലയോ കുറച്ച് സവോളയൊക്കെ എരിഞ്ഞ് നമുക്ക് സാലഡ് പോലെ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഉപ്പിട്ടിങ്ങനെ പുഴുങ്ങി കൊടുത്താൽ മതി, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പലിൻ്റെ അങ്ങനെ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ എൻ്റെ മോള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ അവൾ തന്നെ കുളിച്ചോളൂ കേട്ടോ. അവളിപ്പം UKG-യിലാണ്. തന്നെ കുളിയൊക്കെ കഴിഞ്ഞോളും. പക്ഷെ മുടി ശരിക്ക് തുടയ്ക്കാനായിട്ട് അറിയില്ല. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് തുടച്ച് നന്നായിട്ട് തോർത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം ഇനി ബാക്കി പണിയിലേക്ക് കടക്കാൻ. ഈ പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം ഇവരെ പഠിപ്പിക്കാനായിട്ട് ഇരുത്താനായിട്ട്. അമ്മൂസിനിപ്പോൾ സ്കൂൾ വന്നിട്ട് 1 month ആയെങ്കിലേ ഉള്ളൂ ആയിട്ടുള്ളൂ എങ്കിലും എക്സാം തുടങ്ങിയിട്ട് അവർക്ക് 2 ചാപ്റ്റർ ഇപ്പോൾ ഫിനിഷായി. അവർക്ക് ഓൾറെഡി ഏപ്രിൽ ഇവിടെ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറേ കവർ ചെയ്ത് പോകും പോർഷൻസ്. അപ്പോൾ ഇവിടെ എക്സാം നടക്കുകയാണ് ഇപ്പോൾ അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് വേഗം പണിയൊക്കെ തീർത്തിട്ട് അവളുടെ ഒപ്പം ഇരിക്കണം. അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇരിക്കും. നമ്മളെന്തായാലും ഒരു ശ്രദ്ധ വേണമല്ലോ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അതേ കപ്പലിൻ്റെ കണ്ടില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിൽ മതി കേട്ടോ. ഫുള്ള് തീയിലിട്ടിട്ട് നമുക്ക് 2 വിസിലിന് കപ്പലിൻ്റെ നല്ല വേവിന് കിട്ടും. ഇനി നാളെ കാലത്തേക്ക് ഞാനപ്പം കുറച്ച് ആലു പൊറാത്ത ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മേത്തി ആലു പൊറാത്തയല്ല, മേത്തി പൊറോത്ത. അപ്പം മേത്തിയുടെ ലീഫ് മേടിച്ച് വെച്ചിരുന്നത് കുറച്ച് സമയം ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അവിടെ പഠിപ്പീരൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെക്കുള്ളൂ കേട്ടോ. ഇപ്പം കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കും. അതിന് ശേഷം അതിൻ്റെ വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വയ്ക്കും. പിന്നെ ഇതിനുള്ളിലൊക്കെ ഇങ്ങനെ മേത്തി ലീഫിനിടയിലൊക്കെ പുല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. പുല്ലും പിന്നെ ചെറിയ ചീരയുടെ ഇതും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ കുറേ പഴുത്ത ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ തരം തിരിച്ച് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം കുതിർത്ത് വയ്ക്കും. അപ്പോൾ അതിലെന്തെങ്കിലും കീടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകും. പിന്നെ അതുപോലെ തന്നെ അതിൽ എന്തായാലും എന്തെങ്കിലും പെസ്റ്റിസൈഡ്സൊക്കെ അവരെ അടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോകാൻ നല്ലതാണ്. നമ്മൾ വെജിറ്റബിൾസ് ആയാലും അങ്ങനെ കുറച്ച് സമയം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണെന്ന് പറയാറില്ലേ. അപ്പോൾ ഞാൻ അത് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ വൈകിട്ട് തന്നെ ഞാനിത് കുഴച്ച് വയ്ക്കും കേട്ടോ. അപ്പം നമുക്ക് കാലത്ത് പണി വേഗമാകും. ഞാൻ സാധാരണ അങ്ങനെയാണ് കാലത്ത്. ഇപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വൈകുന്നേരം തന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കും. അപ്പോൾ രാവിലെ എണീറ്റ് അത് വേഗം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നാട്ടിലെ പോലെയല്ല, ഇവിടെ ഇവർക്ക് സ്കൂൾ 7:45 സ്റ്റാർട്ട് ചെയ്യും. 2 o'clock വരെയാണ് സ്കൂളുള്ളത്. അപ്പോൾ രാവിലെ 7 മണിയാകുമ്പോഴത്തേനും ബസ് വരും. ആ സമയത്തേക്കിന് നമ്മളുടെ പണികൾ ഒരു നേരത്തെ എണീക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 4 മണിയാകുമ്പോഴേക്ക്. ആ സമയത്ത് എണീറ്റാൽ അല്ലുമോനുള്ളത് കൊണ്ട് അവനിടയ്ക്ക് ഫീഡിങ് ഉള്ളത് കൊണ്ട് പാല് കുടിക്കാനായിട്ട് അവൻ എണീക്കും. അപ്പോൾ അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ വെട്ടു. പിന്നെ ഒരു 10, 15, 20 മിനിറ്റ് അവൻ്റെ പുറകെ അങ്ങനെ അങ്ങ് പോകും. പിന്നെ അവനൊന്ന് മയങ്ങി വരാനായിട്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ പണികൾ നടക്കില്ല. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ചെയ്ത് എനിക്ക് തീർക്കാൻ പറ്റാവുന്ന പണികൾ കുറേയൊക്കെ
ഒതുക്കി വയ്ക്കും. രാവിലെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ പണികളാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്കിനിപ്പം വൈകിട്ട് അവർക്ക് ചായ കുടിക്കാനായിട്ട് ചായക്കൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അവർക്ക് കുറച്ച് ഏത്തയ്ക്ക പഴുത്തതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ നെയ്യിൽ വാട്ടി കൊടുക്കും കേട്ടോ. അവർക്കിങ്ങനെ വെറുതെ നെയ്യിൽ ഒഴിച്ചിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുത്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ ചില റെസിപ്പിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ശർക്കര പാനി ഒഴിച്ചും പിന്നെ തേങ്ങ ഇട്ടുമൊക്കെ നോക്കി. അതൊന്നും അവർക്ക് ഇഷ്ടമില്ല. അവർക്കിങ്ങനെ വെറുതെ നെയ്യിൽ വാട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇതാകുമ്പോൾ വേറെ അധികമൊന്നും ചേരുന്നില്ലല്ലോ, വെറുതെ വാട്ടി കൊടുത്താൽ എൻ്റെ പണി എളുപ്പമായി, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഞാൻ ഇത് നെയ്യിൽ വാട്ടി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പകുതി കപ്പ ഞാൻ ഇന്നെടുത്ത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. വെറുതെ പുഴുങ്ങി കുറച്ച് മുളകും കൂടെ ഒഴിച്ചു കൊടുത്താൽ സന്തോഷമായി. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂസിനാണ് ഭയങ്കര ഇഷ്ടം കപ്പയും മുളകും. മീൻകറി ഉണ്ടെങ്കിലും അവൾക്ക് മുളക് വേണം. മുളകും കപ്പയും കോമ്പിനേഷൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ നേരെ തിരിച്ചാട്ടോ. എനിക്ക് കപ്പ പുഴുങ്ങുന്നതല്ല, എനിക്ക് കപ്പ പുഴുക്കുണ്ടാക്കിയിട്ട് കുറച്ച് മീൻചാറും കുറച്ച് മോരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരു കപ്പ ചക്ക ലവറാണ്. കപ്പയും ചക്കയും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കമന്ന് വീഴും. അങ്ങനെ ഇഷ്ടമാണ് എനിക്ക് കപ്പയും ചക്കയൊക്കെ. ഇവിടെ എല്ലാവർക്കും ചേട്ടനൊക്കെ ആണെങ്കിൽ നോൺ വെജിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ വെജിറ്റബിൾസാണ് കൂടുതൽ കഴിക്കുക. മീൻ ഇഷ്ടമാണ്, ചിക്കനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് മട്ടും. എനിക്കിതൊക്കെ കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ പീസ് അതിൽ കൂടുതലൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഏത്തയ്ക്കൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് എൻ്റെ മോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ ഏത്തയ്ക്ക ആയില്ലേ വിശക്കുന്നു എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അവൾ. ഇടയ്ക്കിടയിൽ വന്ന് ക്യാമറ നോക്കുക കേട്ടോ, ക്യാമറയിൽ ചാടി കയറി നോക്കണുണ്ട്. 2-3 ഏത്തയ്ക്ക കേട്ടോ ഞാൻ എടുത്തത്. കനം കുറച്ച് നന്നായിട്ട് സ്ലൈസ് ചെയ്ത്, അല്ലെങ്കിൽ വേവില്ല അത് പെട്ടെന്ന്. എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയാലും മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ നീളത്തിൽ കൊടുക്കുന്നതാണ് അവർക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒരു പഴം എടുത്ത് ഞാൻ 2ആയിട്ട് നടുവ് കീറും. എന്നിട്ട് അതിന് ശേഷം അത് സ്ലൈസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്യിലാണ് ഫ്രൈ ചെയ്യുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. നെയ്യാകുമ്പം നല്ലൊരു ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണല്ലോ. ഇനി നമുക്കിത് കപ്പ പൊളിച്ചെടുക്കണേ. അപ്പോൾ കപ്പ 4 കിലോ എന്തോ മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പകുതി എടുത്ത് കപ്പ പുഴുങ്ങി, അതിന് ശേഷം ബാക്കി കുറച്ചെടുത്തിട്ട് സ്റ്റൂ വയ്ക്കാനുള്ളൊരു ഇതിലാണ്. അപ്പം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കപ്പ സ്റ്റൂ ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ ആദ്യം കപ്പ സ്റ്റൂ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ വീട് പത്തനംതിട്ട തിരുവല്ല കവിയൂരാണ്. അപ്പോൾ അവിടേക്കൊന്നും ഇങ്ങനെ സ്റ്റൂ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. തൃശ്ശൂർ ഭാഗത്ത് വന്നതിന് ശേഷമാണ്, തൃശ്ശൂർ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ കപ്പ സ്റ്റൂ വയ്ക്കാൻ പറ്റും എന്നറിഞ്ഞത്. എനിക്കതിന് മുമ്പ് അങ്ങനെ ഒരു അറിവുണ്ടായില്ല, കപ്പ ഇങ്ങനെ സ്റ്റൂ വയ്ക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പം അതിനുള്ളത് മാറ്റി വെച്ചു. അപ്പോൾ കപ്പ വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു. ഒറ്റ വിസിലടിച്ച് നമുക്ക് കപ്പ നന്നായിട്ട് കറക്റ്റ് വേവിന് കിട്ടും. ഇനി നമുക്ക് മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം. അപ്പോൾ അമ്മൂസിനപ്പം ഏത്തയ്ക്ക വേണ്ട, കപ്പലിൻ്റെ കണ്ടപ്പോൾ അവൾക്ക് ഏത്തയ്ക്ക വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഏത്തയ്ക്ക കൊടുത്തു. അപ്പം ഞാനിപ്പോൾ ചെറിയൊരു ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു 2 മാസം കൊണ്ട് ഒരു 4 കിലോ പെട്ടെന്ന് കൂടി. അപ്പോഴേക്ക് കാലും മുട്ടിന് വേദന, ഉപ്പൂറ്റി വേദന അങ്ങനെയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്ന് ഡയറ്റൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ വൈകിട്ട് നേരത്തെ 7 o'clock മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. വെയിറ്റ് ഒന്ന് കുറയ്ക്കണമല്ലോ. ഒരാഴ്ചയായി ഇപ്പോൾ തുടങ്ങിയിട്ട്. ഒരാഴ്ച കൊണ്ട് ഒരു 2 കിലോ അടുത്ത് കുറയുന്നുണ്ട്. ഇപ്പോൾ വേറെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഉള്ളി ഫുഡിൽ മാത്രം ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എക്സസൈസ് ചെയ്യുമ്പോൾ മഴ ആയതുകൊണ്ട് താഴെ നടക്കാനോ ഒന്നും പോകാനായിട്ട് പറ്റില്ല. പിന്നെ അല്ലൂസിനെയും കൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല, അവൻ ഓട്ടത്തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ കിച്ചണിലെ പുതിയ അതിഥിയാട്ടോ. കുറേ നാളായിട്ട് കാട്ടിൽ കിടന്നൊരു സാധനമാണ് ഈ എയർ ഫ്രയർ. അപ്പോൾ ഇത്തവണ ഈ മാസം ചേട്ടൻ എനിക്ക് എയർ ഫ്രയർ വാങ്ങി തന്നു. ചിക്കൻ ഞാൻ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊന്നുമില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് തൈരും കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. നല്ല രസമുണ്ട് കേട്ടോ. എയർ ഫ്രയറിൽ കഴിച്ച് നോക്കിയിട്ട്
വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നല്ലോണം ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്കിങ്ങനെ എയർ ഫ്രയറിൽ കഴിച്ചപ്പോൾ തോന്നി. അധികം എണ്ണയൊന്നുമില്ല. ഞാൻ അത് എയർ ഫ്രയറിൽ വെക്കുന്നതിന് മുമ്പ് കുറച്ചൊരെണ്ണ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അധികം എണ്ണ ഇങ്ങനെ മേലെ കൂടെ പുരട്ടിയൊന്നും കൊടുത്തിട്ടില്ല. ആ മസാലയ്ക്കകത്തൂടെ തന്നെ കുറച്ച് എണ്ണയൊന്നും ഒഴിച്ച് മിക്സ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ഒരു സൈഡ് വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ്സ് അടുത്ത സൈഡും കൂടി വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടി കേട്ടോ. ഇനി ഇതേ ഞങ്ങൾ പഠിക്കാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ അന്നമോൾക്ക് ഹോംവർക്ക് ഉണ്ട്. അന്നമോൾക്ക് ഹോംവർക്ക് ചെയ്യിപ്പിക്കണം. അമ്മൂസിന് എക്സാം നടക്കുന്നതുകൊണ്ട് അമ്മൂസിന് എക്സാമിനുള്ളവൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കണം. അമ്മൂസ് കൂട്ടുമായിട്ട് തുടങ്ങി. എന്നും പകൽ വന്ന് കുറച്ച് സമയം കിടന്ന് ഉറങ്ങണതാണ്. ഒരു ഉച്ചയ്ക്ക് 3 മണിയാവും സ്കൂൾ വിട്ടെത്തുമ്പം. അത് കഴിഞ്ഞൊരു 1 ഹവറൊക്കെ കിടന്ന് ഉറങ്ങുന്നതാണ്. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഞാൻ പകൽ ഉറക്കുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റില്ല. അവൾക്ക് പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ അവൾ വൈകും. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ശരിയായില്ലെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞുള്ള ഉറക്കം ഇപ്പം വേണ്ട, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേന് കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്യാമറ വെച്ചേക്കുന്നത് കണ്ടിട്ട് അല്ലൂസ് ക്യാമറ പിടിക്കാനായിട്ട് പോവാട്ടോ. ഭയങ്കര കുസൃതിയാണ് അവൻ. ഒരു രക്ഷയില്ല അവനെ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പഠിത്തം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിച്ചണിൽ കുറച്ച് പണിയും കൂടി ഉണ്ട്. പിന്നെ ഫുഡ് കൊടുത്തവർക്ക് അവരെ കിടത്തി ഉറക്കണം, അങ്ങനെ. അപ്പം വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു റൊട്ടീൻ 1 വീക്ക് റൊട്ടീൻ, അതായത് നമ്മുടെ മീൽ പ്ലാനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് എയർ ഫ്രയർ ഐറ്റംസ് കുറച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അതിനൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം, നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.